ഹായ്, എല്ലാവർക്കും വന്ദനം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ കുട്ടികൾ, ടീനേജേഴ്സ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, ഒരു പ്രോബ്ലമാണ് സോഷ്യൽ മീഡിയ അഡിക്ഷൻ, എക്സസീവ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. 2 ആഴ്ച മുമ്പ് എൻ്റെ ക്ലിനിക്കിലേക്ക് വന്ന 16 വയസ്സുള്ളൊരു കുട്ടി, അവൻ്റെ പേരൻസ് എന്നോട് പറഞ്ഞത് 8 മണിക്കൂർ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യും. 8 മണിക്കൂർ തന്നെ ഇൻസ്റ്റാഗ്രാം മാത്രം, റീൽസ് കാണുക, അതിനകത്ത് ബാക്കി ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്യുക, പുതിയ ഫ്രണ്ട്സുകളെ ഉണ്ടാക്കുക, പുതിയ കൂട്ടുകാരെ പരിചയപ്പെടുക, അങ്ങനെ 8 മണിക്കൂർ കണ്ടിന്യൂസ് ഇൻസ്റ്റാഗ്രാം മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കുട്ടി. അപ്പോൾ ബാക്കിയുള്ള സോഷ്യൽ മീഡിയ, വാട്സപ്പ് പോലുള്ള, ഫേസ്ബുക്ക് പോലുള്ള ആപ്പുകളെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, അതും യൂസ് ചെയ്യുന്നുണ്ടാവും. 24 മണിക്കൂറിൽ 3-ൽ 1 പോർഷൻ അല്ലെങ്കിൽ 3-ൽ 1 ഭാഗം അവൻ ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി മാത്രമാണ് മാറ്റിവെക്കുന്നത്. അപ്പോൾ 10ാം ക്ലാസ്സിൽ മുഴുവൻ A+ മേടിച്ചൊരു കുട്ടി 11ാം ക്ലാസ്സിലേക്ക് വന്നപ്പോൾ മാർക്ക് വളരെ കുറഞ്ഞുപോയി. ഇപ്പോൾ പഠിക്കണമെന്നുള്ള താല്പര്യമില്ല. ഇനി പേരൻസിനെ പണ്ട് കുറച്ചൊക്കെ പേടി കണ്ടായിരുന്നു, ഇപ്പോൾ അതുമില്ല. തിരിച്ച് ബാക്ക് ആൻസറിങ് വളരെയധികം കൂടാൻ തുടങ്ങി. അപ്പനെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവൻ്റെ ബിഹേവിയർ പാറ്റേൺസ് എല്ലാം മാറിക്കഴിഞ്ഞിരുന്നു. ഈ സോഷ്യൽ മീഡിയ നമ്മൾ യൂസ് ചെയ്യുമ്പം നമ്മുടെ ബ്രെയിൻ ഡോപ്പമിൻ റിലീസ് ചെയ്യും. അപ്പം ഈ ബ്രെയിൻ നമ്മുടെ ഡോപ്പമിൻ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ സബ്സ്റ്റൻസ് അഡിക്ഷൻ പോലെ റിവാർഡ് ലൂപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. നമ്മുടെ ബ്രെയിൻ ഡോപ്പമിൻ ലെവൽ ഇൻക്രീസ് ചെയ്യും ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ. അപ്പം ഇത് തന്നെയാണ് 16 വയസ്സുള്ള കുട്ടിയിലേക്കും സംഭവിച്ചുള്ളത്. അതൊരു അഡിക്ഷനിലേക്ക് ആ കുട്ടി മാറിയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ റീസെൻ്റായിട്ട് അവന് ഭയങ്കരമായ ദേഷ്യം കൂടുകയും അവന് സെൽഫ് ഹാമിങ് ടെൻഡൻസിയൊക്കെ വളരെ കൂടുകയും ചെയ്തപ്പോഴാണ് അവരുടെ പേരൻസ് നേരെ സൈക്കോളജി കൗൺസിലിങ്ങിന് വേണ്ടി എൻ്റെ അടുക്കേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ കുട്ടിയുമായിട്ട് കുറേ നേരം സംസാരിച്ചു. അവനോട് സംസാരിച്ച കേസ് ഹിസ്റ്ററിയുടെയും മെൻ്റൽ സ്റ്റേറ്റസ് എക്സാമിനേഷൻ്റെയും ഒക്കെ ആ ഒരു ബേസിൽ നമുക്ക് കണ്ടെത്താൻ പറ്റിയത് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂ തന്നെയാണ് ഉള്ളത്. പക്ഷേ ആളൂടെ ശ്രമിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓവർകം ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അവനിപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന ഒരു പ്രശ്നം. ആൻഡ് അവനറിയാം അവൻ്റെ പേരൻസിനോട് ദേഷ്യപ്പെടുന്നത് അല്ലെ അവൻ്റെ ബിഹേവിയർ മാറുന്നത് അവനറിയാം. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. തീരെ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവൻ്റെ മാർക്കുകൾ മാറി. സ്കൂളിൽ ചെന്നപ്പോൾ അവൻ്റെ ടീച്ചേഴ്സ് പറയുന്നത് അവൻ അത്രയും ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ആണ്, നല്ല കുട്ടിയാണ്, പക്ഷെ ഒരു ശ്രദ്ധ പോലും ഇപ്പോൾ അവന് പഠിത്തത്തിൽ കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം അവൻ്റെ ശ്രദ്ധ മുഴുവൻ എവിടെ കിടക്കുക, സോഷ്യൽ മീഡിയയിൽ കിടക്കുകയാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? 3 പ്രാക്ടിക്കൽ ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. കാരണം ഈ ഒരു ടിപ്സ് ഞാൻ പറയുന്നത് ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത ടിപ്സ് തന്നെയാണ്. അത് ഈ വീഡിയോ കാണുന്ന, ഞങ്ങളുടെ ശ്രവിക്കുന്ന എല്ലാ കുട്ടികൾക്കും പറ്റുന്ന ടിപ്സ് തന്നെയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പേരൻസിന് മനസ്സിലായി കാണും, ഇത് എൻ്റെ കുട്ടിക്ക് ഉണ്ടാവില്ലേ, ഈ പ്രശ്നം എൻ്റെ കുട്ടിയും ഫേസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഈ 3 പ്രാക്ടിക്കൽ ടിപ്സ്. ഒന്ന്, നിങ്ങളുടെ ഫോണിൽ സ്ക്രീൻ ടൈം റെഡ്യൂസ് ചെയ്യാൻ ഡിജിറ്റൽ വെൽബീയിങ് അല്ലെ ഫോറസ്റ്റ് പോലുള്ള ആപ്പുകൾ ഉണ്ടാവും. അത് യൂസ് ചെയ്ത് സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ എന്ന് പറയുന്നത്, സ്ക്രീൻ ടൈമിൽ നമ്മൾ ചെലവഴിക്കുന്ന അത്രയും സമയം, ആ സമയം അവിടുന്ന് കുറച്ച് നമുക്ക് മ്യൂസിക് കേൾക്കാൻ, അല്ലെങ്കിൽ പാട്ടുകൾ പഠിക്കാൻ, അല്ലെങ്കിൽ ആർട്ട് പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്പോർട്സ് ഗെയിംസ്, വോളിബോൾ ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, ബാസ്കറ്റ് ബോൾ ഉണ്ട്, അങ്ങനെ പലതരം അതുപോലെ തന്നെ എക്സസൈസ് ഉണ്ട്, ജിമ്മുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ സ്പോർട്സിലോ മ്യൂസിക്കിലോ ആർട്ടിലോ കൂടുതൽ സമയങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നമ്മളെ ഒരിക്കലും ഹെൽത്തിനെ ഹാം ചെയ്യുന്നൊരു കാര്യമല്ല, നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ താഴോട്ട് കൊണ്ടുപോകുന്നൊരു കാര്യമല്ല. പക്ഷേ ഈ സോഷ്യൽ മീഡിയ അഡിക്ഷനൊക്കെ നമ്മുടെ ഹെൽത്തിനെ, മെൻ്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ ഇത് പറ്റും. 3 ടിപ്സ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തേത് എന്തായിരുന്നു? ഒന്നാമത്തേത് ഡിജിറ്റൽ വെൽബീയിങ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ആപ്പൊക്കെ യൂസ് ചെയ്ത് സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യണം. രണ്ടാമത്തേത് സ്പോർട്സ്, മ്യൂസിക്, ആർട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സമയങ്ങൾ കൂടുതൽ സ്പെൻഡ് ചെയ്ത് നമുക്ക് സ്ക്രീൻ ടൈം കുറയ്ക്കാം. ഇനി ഇത് രണ്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു സൈക്കോളജിസ്റ്റിനെ കണ്ട് നിങ്ങൾ കൺസൾട്ടേഷൻ എടുക്കണം. നല്ലൊരു ഒരു കൗൺസിലറിനെ കണ്ട് നിങ്ങൾ ഹെൽപ്പ് സ്വീകരിക്കണം. അതിനൊട്ടും നിങ്ങൾ മടി കാണിക്കരുത്. കാരണം നമ്മുടെ മക്കളുടെ ഭാവിയാണ് ഏറ്റവും വലുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, എക്സ്പേർട്ടൈസ്ഡ് ആയിട്ടുള്ള ഒരു കൗൺസിലറിനെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കണ്ട് നിങ്ങൾ എത്രയും വേഗം ഒരു കൺസൾട്ടേഷൻ എടുക്കുക. കാരണം എൻ്റെ കുട്ടിക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ല, അവനൊറ്റയ്ക്ക് പറ്റുന്നില്ല, ഇതൊന്ന് ഓവർകം ചെയ്യണം. കാരണം അവൻ്റെ ഫ്യൂച്ചറിനെ ബാധിക്കുന്നതാണ്. നമ്മുടെ കുട്ടികളുടെ ഭാവിയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഒട്ടും നിങ്ങൾ മടി കാണിക്കരുത്. എത്രയും വേഗം തന്നെ ഒരു നല്ല ഹെൽപ്പ് എടുക്കുക, ഒരു ക്ലിനിക്കിൽ ഹെൽപ്പ് എടുക്കുക. തെറാപ്പികൾ ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് പറ്റുന്ന സെഷനുകൾ ഉണ്ടാവും. അതൊട്ടും മടി കാണിക്കാതെ ആ സെഷനുകൾ ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും ഒരു മാറ്റം, ഒരു ചേഞ്ച് നിങ്ങളുടെ മക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മകന്, മകൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അത് ഞാൻ ഉറപ്പ് തരുന്നു. ഈ 3 പ്രാക്ടിക്കൽ ടിപ്സ് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ. ജീവിതം കൂടുതൽ സുന്ദരമാകും, ജീവിതം സ്വർഗമായി മാറും. നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങളുടെ മക്കളുടെ ലൈഫ് എല്ലാം വളരെ നന്നായിട്ട് പോകും. ഓൾ ദ ബെസ്റ്റ്. കീപ് ഗോയിങ്. ഗോഡ് ബ്ലെസ് യു.